മറൈൻ ഡ്രൈവ്. ഒളിക്യാമറകളില്ലാതെ നേരിട്ട് ക്യാമറയുമായി ഒരു പട്ടാപ്പകൽ. നട്ടുച്ച നേരത്ത് മറൈൻ ഡ്രൈവിലെത്തിയ ഞങ്ങൾ കണ്ടത് അത്ര സുഖകരമല്ലാത്ത ചില സുഖവാസ ദൃശ്യങ്ങൾ. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നതുപോലെ ചുറ്റുപാടുകളെല്ലാം ഇരുട്ടിലെന്ന് കരുതി സ്വകാര്യതയിൽ ചെയ്യുന്ന കാര്യങ്ങൾ പരസ്യമാക്കപ്പെടുന്ന ഇത്തരം പൊതു ഇടങ്ങളിൽ നിന്നാണ് പ്രണയം ഒരു മൊബൈൽ ക്യാമറ ക്ലിക്കിലൂടെ ഓൺലൈനിലെത്തുന്ന പെൺവാണിഭത്തിന്റെ തുടക്കം. അന്നം തേടുന്ന യാചകന്റെ ദൈന്യത പോലും പ്രണയത്തിന്റെ ഈ കുടച്ചൂടിനുള്ളിൽ പരിസരം മറക്കുന്നവരുടെ സ്വകാര്യതയിൽ ഒരു തടസ്സമാകുന്നില്ലെന്ന് ഞങ്ങളുടെ ക്യാമറ കണ്ണുകൾ ഒരു ഞെട്ടലോടെ കണ്ടറിഞ്ഞു. പരിസരം മറന്നുപോകുന്ന ഈ ചതിക്കുഴികൾ പിന്നീട് രക്ഷപ്പെടാനാവാത്ത വാണിഭ വലയിലേക്കാണ് നമ്മുടെ പെൺകുട്ടികളെ എത്തിക്കുന്നത്. മലയാളി കുടുംബങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന കുട്ടികളെ ഓൺലൈൻ ചതിക്കുഴികൾ വഴി വലവീശിപ്പിടിക്കുന്ന പെൺവാണിഭ സംഘങ്ങൾ കേരളത്തിൽ സജീവമാകുന്നു. ഇന്റർനെറ്റിന്റെ സ്വകാര്യതയുടെ മറവിൽ മാംസവ്യാപാരം നടത്തുന്ന ഈ നരാധമന്മാർ വീട്ടിൽ നിഷേധിക്കപ്പെടുന്ന സ്നേഹവാത്സല്യങ്ങളുടെ പ്രായോജകരായി ഇരകളെ കെണിയിൽപ്പെടുത്തുന്നു. 17-കാരി 75-കാരനെ ഇന്റർനെറ്റ് വഴി കണ്ടെത്തി. പീഡനക്കുറ്റവുമായി കോടതി കയറുന്നതൊക്കെ പഴയ വാർത്തകളായി. നഗ്നചിത്രങ്ങൾ ഇന്റർനെറ്റ് വഴി ലോകം മുഴുവൻ കാണിക്കുമെന്ന ഭീഷണികൾ കേരളത്തിൽ ആവർത്തിക്കുന്നു. ആൺകുട്ടികളെപ്പോലും വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന മാമാസംഘങ്ങൾ കേരളത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷപ്പെടുന്നു. ഇരുട്ടിന്റെ മറവിൽ തക്കം പാർത്തിരിക്കുന്ന ഈ റാക്കറ്റുകളെ തിരിച്ചറിയുവാൻ കുറച്ചുനേരം ചിലവഴിക്കൂ. മനസ്സിന്റെ കണ്ണുകൾ തുറക്കാൻ ഇത് ഗുണം ചെയ്യും. നമ്മുടെ ഈ ചുംബന സമരത്തിന്റെ നേതാവൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചല്ല. കാരണം ഈ ചെറുപ്പക്കാരന്റെ തന്റെയും ധൈര്യമൊക്കെ ഞാൻ മാധ്യമങ്ങളിലൂടെ വായിച്ച് ആവേശം കൊണ്ട് നടന്ന ഒരാളാണ്. അവസാനം എക്സ്പോസ് ചെയ്തപ്പം ഈ നാട്ടിലൊരു സാധാരണ പെൺവാണിഭക്കാരനാണെന്ന് കുപ്പായം എടുത്ത് അണിഞ്ഞിരിക്കുന്നു അറിഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടി ഒരു ഹൈടെക് പെൺവാണിഭക്കാരന്റെ കുപ്പായമായിരുന്നു അതിന് കിട്ടിയത്. ഇത് ഒരു കുട്ടികളുടെ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തന്നെ പുറത്തുവിട്ടിട്ടുള്ള കഴിഞ്ഞ കണക്കുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഫേസ്ബുക്ക് എന്ന മാധ്യമത്തിലൂടെ മാത്രം ഒളിച്ചോടപ്പെട്ട വീട്ടമ്മമാരുടെ എണ്ണം 2868 കേരളത്തിലാണോ? കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. ഒരു 11 മാസക്കാലത്തെ കാര്യം ഇതാണെങ്കിൽ അതില് വളരെ കുറച്ച് 655 പെൺകുട്ടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അതിൽ മേലെ, അതായത് 2000-ന് മേലെയുള്ള ഗ്രൂപ്പ് മുഴുവനും സ്ത്രീകൾ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ വീട്ടമ്മമാർ, കുടുംബിനികൾ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. സാധാരണ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴുന്ന കുട്ടികളെ പ്രായമുള്ളവരാണോ ചെറിയ കുട്ടികളാണോ? ഞാൻ ഈ ക്രിമിനൽ ലോയും അതിനോടൊപ്പം കുറച്ച് ഫാമിലി ലോയും കൂടെ ഡീൽ ചെയ്യുന്ന ഒരു ലോയർ കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ ഫാമിലി കോർട്ടിൽ ഇപ്പം നമ്മളൊരു കണക്ക് തോതെടുത്തു കഴിഞ്ഞാൽ വരുന്ന ഒരു 60% ഓഫ് കേസസും പീഡിപ്പിക്കപ്പെട്ട ഭർത്താക്കന്മാരാണ്. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ അടുത്ത് ഭർത്താക്കന്മാർ വന്നിട്ടുള്ള കേസുകളിൽ ഭാര്യ ഈ വഴിതെറ്റി പോയതോ, നമ്മൾ പറയുന്നത് എന്താ പറയുക, സ്ലിപ്പറി ആയിട്ട് വീണുപോയതോ അതോ മനഃപൂർവ്വം പോകുന്നതോ ആയിട്ട് ആ പേരന്റൽ കെയർ കൊടുക്കാൻ ഈ അമ്മ അവൈലബിൾ അല്ല. അമ്മ ബിസിയാണ്. ഇവർ വളരെ വൈബ്രന്റ് ആയിട്ട് ഓൺലൈൻ പ്രോസ്റ്റിറ്റ്യൂഷനിൽ ഇടപെട്ടിരിക്കുന്ന സംഭവങ്ങളാണ് പലതും കാണുന്നത്. അത് ചിലത് വളരെ അടുപ്പമായിട്ട് ബന്ധമായ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടി മാത്രം പോകുന്നു. അത് എങ്ങനെയാണ് നമ്മളിത് ഇപ്പൊ ആ കുട്ടീനെ പോലും നമ്മൾ വളരെ സിമ്പത്തറ്റിക് ആണല്ലോ നോക്കുന്നത്. ഇതിനകത്തൊന്ന് എങ്ങനെ റിക്കവർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. പ്രായപൂർത്തിയാവാത്തൊരു കാലഘട്ടത്തിൽ കുട്ടികളുടെ തീരുമാനമെടുക്കാൻ മുതിർന്നവർ നല്ല റോൾ മോഡൽസ് ആയിട്ട് അവരുടെ മുമ്പിൽ ഉണ്ടാവണം. അത് നിർബന്ധമാണ്. ടീച്ചർമാരായാലും ശരി, നമ്മളായാലും ശരി. എന്നെ കണ്ടുപഠിക്കാൻ എന്റെ കുഞ്ഞിന് സാധിക്കാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ കുഞ്ഞ് വഴിതെറ്റി പോകുന്നതിന് ഞാൻ ഉത്തരവാദിയാണ്, കുഞ്ഞല്ല ഉത്തരവാദി എന്നാണ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ചൈൽഡിന്റെ ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഇത് നിയമമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇതാണ് നിയമം. നമ്മുടെ തലമുറയില് കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. സാറ് പറഞ്ഞു കുറെ നിയമങ്ങളുണ്ട് അതിനെപ്പറ്റി. ഇതൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഈ നിയമങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ നിരാശപ്പെടുന്നത് നിരാശപ്പെടുന്നതല്ല സാറേ, നിരാശപ്പെടുന്നതല്ല. ഗുണമല്ല. എന്റെ കാഴ്ചപ്പാടിൽ ഒരു ഗുണമല്ല ഇതിന്. ഗുണമുണ്ടായോ? അതെ, എനിക്കൊരു ഗുണമുണ്ട്. ഇവിടുത്തെ സമൂഹത്തിന് ഗുണമില്ല സാറേ.
ഞാൻ പറഞ്ഞത് കാര്യം എന്താ കാര്യം ഇവിടെ സാറ് ഈ പോലീസ് ഓഫീസർ ഇതൊക്കെ കണ്ടുപിടിച്ച ഈ കുറ്റവാളികളൊക്കെ കണ്ടുപിടിച്ച് ജയിലിലിടുമ്പോ ഇവര് ഈ ജീവപര്യന്തമായിട്ട് ഇവര് പുറത്തേക്ക് വലിച്ചു കിടക്കുക. ഏതെങ്കിലും ഇത് ചെയ്യണ്ടേ ഇവരെ? കുറ്റവാളി എന്തിനു ശിക്ഷ? ഞാൻ പറയുന്നത് തൂക്കിക്കൊല്ലണം, അപ്പൊ തന്നെ തൂക്കിക്കൊല്ലണം ഇവരെയൊക്കെ. തൂക്കിക്കൊല്ലണം. അവരാ ചെയ്ത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുണ്ട്. ആ സ്ത്രീ പീഡിപ്പിച്ച ആ പുരുഷനെ ഉപയോഗിച്ച ഏത് അവയവമാണോ അത് അവന്റെ വെട്ടിയെടുക്കുക. അതാ എനിക്ക് പറയണ്ടേ. ഒരു കുട്ടിയെ കൊണ്ട് അങ്ങനെ ഇരിക്കണം. എന്തുകൊണ്ട് ചെയ്തുകൂടാ? ബലാത്സംഗം ചെയ്യുന്ന വ്യക്തികളെ തൂക്കിക്കൊല്ലണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ വിപത്ത് ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് കുറ്റകൃത്യം നിലയ്ക്കുന്നില്ല അവിടെ എവിടെയും. പക്ഷെ നടക്കുന്ന വേറൊരു അപകടമുണ്ട്. ഞാൻ ബലാത്സംഗം ചെയ്യുന്ന വ്യക്തി എനിക്കെതിരെ പരാതി പറഞ്ഞാൽ ഞാൻ തൂക്കിക്കൊല്ലപ്പെടും എന്ന് മനസ്സിലായാൽ ഈ കുറ്റവാളിയുടെ ഉടനെയുള്ള ശ്രമം ആ തെളിവ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയെ കൊന്നുകളയാന്നുള്ളതാണ്. നിങ്ങളത് തിരിച്ചറിയണം, മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ആളെ തൂക്കിക്കൊല്ലുമ്പോൾ ഈ ആൾക്ക് ഈ മനോഭാവം വരുത്തിയ, അതായത് ഡൽഹിയിലെ റേപ്പിസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ഗോവിന്ദസ്വാമി, രണ്ടുപേരും റേപ്പിന് പറഞ്ഞ കാരണങ്ങൾ ഒന്നായിരുന്നു. ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. 9 മണിക്ക് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് എന്തിനാ ഇറങ്ങി നടക്കുന്നേ? 9 മണിക്ക് ഇപ്പോഴും നിങ്ങളിൽ ആരെങ്കിലും ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇപ്പൊ പുറത്തിറങ്ങി നിന്നാൽ നിങ്ങൾക്ക് അപകടം സംഭവിക്കുന്നു പേടിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ മനസ്സിലുള്ള പൊതുവായ വികാരമാണ് ഒരു ക്രിമിനലിന്റെ അടുത്ത് എത്തുമ്പോ, അതായത് പെൺകുട്ടി 9 മണിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി നിന്നാൽ എന്തോ ഒരു വിപത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, ആൺകുട്ടി ഇറങ്ങി നിന്നാൽ കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, ഈ മനോഭാവം ഒരു ക്രിമിനലിന്റെ കയ്യിലേക്ക് എത്തുമ്പോ അവൻ വിചാരിക്കുന്നു 9 മണിക്ക് സാധാരണ നല്ല സ്ത്രീകൾ ആരും പുറത്തിറങ്ങില്ല. അപ്പോ പുറത്തിറങ്ങുന്ന സ്ത്രീ മോശക്കാരിയാണ്, അവളുടെ ലൈംഗിക ചോദന കൊണ്ടാണ് അവൾ പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ കയറി പിടിച്ചാൽ അവൾ ആനന്ദിക്കും, അവൾ ആനന്ദിച്ചില്ല അവളെ ഞാൻ ആനന്ദിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല, ഞാൻ അവളെ കൊന്നുകളയും, എന്നെ അവൾ കടിച്ചു. അപ്പോ ഈ തൂക്കിക്കൊല്ലാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു പൊതുവികാരം അതിന്റെ ഏറ്റവും മലീമസവും വൈകൃതവും കലർന്നിട്ടുള്ള ഒരു രീതിയിൽ ക്രിമിനലിന്റെ മനസ്സിൽ ഉദയം ചെയ്യുകയാണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഈ ചിന്ത നമ്മൾ മാറ്റണം. അതാ ഞാൻ പറഞ്ഞത്, യൂണിഫൈഡ് കോഡ് ഓഫ് കോണ്ടക്ട് വേണം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും. അവർക്ക് കുട്ടികളായിട്ട് വളരാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. നമ്മൾ അവരെ ജനിക്കുന്നതിന് മുമ്പ് പെൺകുട്ടിയായിട്ട് തരംതിരിച്ച, നേരത്തെ ആതിര പറഞ്ഞു അതെല്ലാം ഇവരെ ആതിരേക്ക് പറയാതെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങള്. പെൺകുട്ടിയാണ്, പെൺകുട്ടി ഇന്ന രീതിയിലേ പാടുള്ളൂ. ആൺകുട്ടിയാണ്. എന്നോട് ഒരുപാട്, എനിക്ക് പണ്ട് എന്റെ ഒരു വലിയ ദുര്യോഗം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. എന്റെ അമ്മ മരിച്ചു. എനിക്ക് 2 സഹോദരിമാരാ. ഒരാൾ ജില്ലാ ജഡ്ജിയാണ്, ഒരാൾ ടീച്ചറുമാണ്. ഒരുപാട് അനുഭവ സമ്പത്തുള്ള 2 വ്യക്തികളാ. അമ്മ വെന്റിലേറ്ററിൽ കിടക്കുന്നു. ഡോക്ടർ വന്ന് എന്നോട് പറയുന്നു, എന്നെ മാത്രം മാറ്റി വിളിച്ചു നിർത്തിയിട്ട് പറയുന്നു, സാർ ഈ കുടുംബത്തിന്റെ പുരുഷനാണ്. എന്നോട് പറയാ, സാറ് സംയമനം പാലിക്കണം. എനിക്കൊന്ന് ഉറക്കക്കരയണം. ഞാൻ പുരുഷനായതുകൊണ്ട് എനിക്ക് ഉറക്കക്കരയാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഹനിക്കപ്പെട്ടു. എന്നിട്ട് എന്റെ 2 സഹോദരിമാരും വാവിട്ട് നിലവിളിച്ചപ്പോൾ ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി നോർമൽ. ഇങ്ങനെയുള്ള സമൂഹത്തിന്റെ എക്സ്പെക്ടേഷൻസ് ക്രിമിനലിന്റെ കയ്യിലെത്തുമ്പോ സ്ത്രീ ഒരു ഭോഗവസ്തു മാത്രമാണെന്ന് അവൻ കരുതുമ്പോ അവനെ മാത്രം തൂക്കിക്കൊന്നാ പോരാ, എന്നെയും നിങ്ങളെയും ചിലപ്പോൾ തൂക്കിക്കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇനിയും ആൾക്കാരുടെ നിലയിൽ ഇത്തരം വിഷയങ്ങൾ പ്രതികരിക്കാതിരിക്കുന്ന വൃത്തിയില്ല. നമുക്ക് ഇദ്ദേഹം പറഞ്ഞു കിസ് ഓഫ് ലവ് ശരിക്കും നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിസ്സാരമായ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഈ ക്രൈമായിട്ട് വലിയ ബന്ധമില്ല, നിസ്സാരമായ കാര്യമുള്ളൂ. പക്ഷെ സാംസ്കാരിക കേരളത്തിന് ഇത് അപമാനകരമായ ഒരു സംഭവമാണ്. നമുക്ക് നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിന് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള ചില നിബന്ധനകളും കുടുംബപരമായി നമ്മൾ ചെയ്തിട്ടുള്ള നിബന്ധനകളുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന്റെ മകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളുടെ മകളെ പരസ്യമായിട്ട് തെരുവിൽ വെച്ച് ഇത്തരത്തിൽ ഈ കാടത്തം നടത്തിയാൽ അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാകുമോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പറഞ്ഞു തീരട്ടെ. ഞാൻ മുഹമ്മദ് ഖാൻ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ട് 1 2 പേരെ വന്നോളൂ എന്ന് പറയുന്നു. ഇതിന്റെ പിന്നിൽ ഈ പറയുന്ന മുഹമ്മദ് ഖാൻ അടക്കമുള്ള ആൾക്കാർ നാളെ എന്തൊക്കെ സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നില്ല നമുക്ക് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതാണ് എനിക്ക് മുഹമ്മദ് മറുപടി പറയട്ടെ. ഇതൊക്കെ വെറുതെ സാങ്കല്പിക ചോദ്യമല്ലേ? എന്റെ മകൾ എന്ത് ചെയ്യും, എന്റെ മകൻ എന്ത് ചെയ്യും എന്ന ചോദ്യം തന്നെ കാര്യത്തെ മനസ്സിലാക്കാത്ത കാര്യമാണ്. ഞാൻ പറയട്ടെ, ചോദ്യം വളരെ വ്യക്തമാണ്, വ്യക്തമായ ഉത്തരം തരണം. അല്ല, പ്രകാശ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് എപ്പോഴും നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നവരാ മലയാളികൾ. അപ്പൊ താങ്കളുടെ മകളെ ഇങ്ങനെ ഒരു ചടങ്ങിന് അയക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതായത് വേശ്യാവൃത്തിക്ക് അയക്കപ്പെടുകയാണോ?
അതാണ് എന്റെ ചോദ്യം. തിരിച്ചു ചോദ്യം. അതായത് കുറ്റകൃത്യങ്ങൾക്ക് അയക്കപ്പെടുകയാണ്, കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ മകളോ മകനോ പ്രശ്നമല്ല. ഇവിടെ എന്തെങ്കിലും കുറ്റകൃത്യം എന്ന് തീരുമാനിക്കണം ആദ്യം. കുറ്റകൃത്യം നടക്കുന്നുവെങ്കിൽ അയക്കപ്പെടുകയാണ്. ചുംബന സമരത്തിൽ എന്താണ്? ചോദ്യം അങ്ങനല്ല. ഞാൻ പറയട്ടെ, വാട്ട് ഈസ് കിസ് ഓഫ് ലവ്? അതായത് ഒരു ആണും ഒരു പെണ്ണും തമ്മിൽ അവർക്കിഷ്ടമുണ്ടെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യാത്ത രീതിയിൽ ചെയ്യാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ് കിസ് ഓഫ് ലവ്. അല്ലാതെ എനിക്കാ തോന്നുന്നു ആവേശം കൊണ്ട് ഇത് ഒരു സന്ദേശത്തെ ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്ത ഈ സമൂഹത്തെ കുറിച്ച് എന്ത് പറയാൻ സാർ? ഒരു സന്ദേശം സമരത്തിന് ഞാൻ ഇദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. എന്റെ ചോദ്യത്തിനല്ല മറുപടി. എന്റെ ചോദ്യം ഇതാണ്. ഇദ്ദേഹത്തിന്റെ മകളെയോ മകളുടെ മകളെയോ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് തെരുവിൽ വെച്ച് ഈ ഭ്രാന്തമായി കാമഭ്രാന്തൻ താങ്കൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ? ഇതാണ് എന്റെ ചോദ്യം. സാർ, കിസ്സോല കാമഭ്രാന്തല്ല. കിസ്സോല കാമഭ്രാന്തല്ല. പിന്നെ സമൂഹത്തിന് കാമഭ്രാന്ത് ഉണ്ടോ ഇല്ലേ? അത് ചർച്ച ചെയ്യണം ഇവിടെ. സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് സമൂഹമാണ് നമ്മൾ. മറുപടി ആവർത്തിക്കുകയാണ്. എന്റെ മകളെന്നല്ല ആരെയും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ഉപചോദ്യം. ഇവരുടെ ധാരണ ഞങ്ങളൊക്കെ യാഥാസ്ഥിതികരും ലൈംഗികതയ്ക്കെതിരാണ് എന്നുമാണ്. അങ്ങനെയല്ല. ലൈംഗികത എന്നത് പാവനമാണ്, പവിത്രമാണ്, ദൈവികമാണ്. ഞങ്ങൾ അതിനെതിരല്ല. പക്ഷേ ഇവരുടെ നേതാവ് ചെയ്തതുപോലെ സ്വന്തം ഭാര്യയെ വിറ്റ് കാശുണ്ടാക്കാൻ ഇദ്ദേഹവും പുറപ്പെടുമോ എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് ചോദിച്ചത് എന്ന് മാത്രമേ എനിക്ക് പറയാം. വിൽക്കുക എന്ന് പറയുമ്പോൾ വാങ്ങാൻ ആളുണ്ടെങ്കിലാണ് വിൽക്കുക. വാങ്ങുന്നവന് കുറ്റവാളിയല്ലേ? ഈ സമൂഹം കുറ്റവാളിയല്ലേ? ഒരുത്തൻ ഭാര്യയെ അപ്പോൾ വാങ്ങാൻ ആളുള്ളത് ഇന്ത്യൻ ശിക്ഷ അപകടം പിടിച്ചൊരു ചിന്തയാണ് സാർ. അപ്പോൾ തെറ്റില്ല. പ്രോസിക്യൂട്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് പാവനമാണെന്ന് പറയുന്നത് നമ്മുടെ ബേസിക് റിക്വയർമെന്റ്സ്, ഫുഡ്, ഷെൽട്ടർ, ക്ലോതിങ് ആൻഡ് സെക്സ്, അതാണ് എബ്രാഹിം മാസ്ലോയുടെ പുതിയ തിയറിയിൽ പെടുന്നത്. അത് ശരിയുമാണ്. പക്ഷേ ഇത് നമ്മുടെ സമൂഹ മധ്യത്തിൽ നിന്ന് ചെയ്യേണ്ടതും സ്വകാര്യമായി ചെയ്യേണ്ടതുമായ കുറെ കാര്യങ്ങളുണ്ട്. അതാണ് മിസ്റ്റർ ഖാൻ പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്കൊരു അഭിപ്രായം. ഈ ചർച്ച തുടങ്ങിയ സമയത്ത് ബഹുമാന്യനായിട്ടുള്ള ശ്രീജിത്ത് സാർ ഒരു സന്ദേശം കേരള സമൂഹത്തിന്റെ, ലോക സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചു. നമ്മുടെ കുട്ടികളെ നിയന്ത്രിക്കാൻ, നമ്മുടെ കുട്ടികളെ വേണ്ട വിധത്തിൽ നേർവഴിയിലേക്ക് നയിക്കാൻ ഉള്ള ശേഷിയും കഴിവും രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകണം. അദ്ദേഹം പരസ്യമായിട്ട് ഇപ്പൊ പറഞ്ഞു, എന്റെ മകളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഒരു രാഹുൽ പശുപാലൻ ഉൾപ്പെടെയുള്ള കിസ് ഓഫ് ലവിന്റെ പ്രവർത്തകർ, ചുംബന സമരത്തിന്റെ പ്രവർത്തകർ സദാചാരം എന്ന് പറയുന്ന വാക്കിനെ കേരള സമൂഹത്തിൽ ഏതോ വിലക്കപ്പെട്ട ഒരു വാക്കായി നിർവചിച്ചു. സദാചാരം എന്ന് പറയുന്ന വാക്കിന് എന്താണ്? അത് കേൾക്കുമ്പോൾ എന്തിനാണ് നെറ്റി ചുളിക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ സദാചാരം വേണ്ടേ? സദാചാരം എന്ന് പറയുന്നത് സജ്ജനങ്ങളുടെ ആചാരം, മര്യാദ എന്നാണ്. സജ്ജനങ്ങളുടെ മര്യാദ നമ്മുടെ സമൂഹത്തിൽ വേണ്ട എന്ന് പറയുന്നിടത്ത് എങ്ങനെ അതിന് പ്രതിവിധിയായിട്ടൊരു ചുംബന സമരത്തെ കൊണ്ടുവരാൻ കഴിയും? അപ്പോ ആ ചുംബന സമരത്തെ കൊണ്ടുവന്നത് ഒരൊറ്റ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ കിസ് എന്ന് പറയുന്നത് പല ഡിഗ്രികളിലുണ്ട്. അച്ഛനമ്മയെ ചുംബിക്കുന്നത്, അല്ലെങ്കിൽ മകൾ അച്ഛനെ ചുംബിക്കുന്നത്, കാമുകൻ കാമുകയെ ചുംബിക്കുന്നത്. ഈ ചുംബനങ്ങളെയെല്ലാം അങ്ങ് പൊതുവൽക്കരിച്ചുകൊണ്ട് ചുംബനങ്ങളെയെല്ലാം വാണിഭത്തിന്റെ ആ നിർവചനത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചുംബന സമരം എന്ന് പറയുന്ന ആഭാസ സമര പരിപാടി കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിലേക്ക് രാഹുൽ പശുപാലന്റെ നേതൃത്വത്തിൽ, മിസ്റ്റർ ഖാന്റെ നേതൃത്വത്തിൽ, സ്വന്തം മകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഖാനിന്റെ നേതൃത്വത്തിൽ ഈ കേരള സമൂഹത്തിലേക്ക് അഴിച്ചുവിട്ടത്.